ഓൾറെഡി എക്സാമിനേഷൻ കൊടുത്തു. 48 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എക്സാമിനേഷൻ കൊടുത്തു. അപ്പോൾ നമ്മളെയൊക്കെ എന്താണ് ഒരു ബോയിലറിൽ വെച്ച് ചൂടാക്കി കൊണ്ടുവന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ പിള്ളേരൊക്കെ കഴിഞ്ഞൊരു 1.5 മാസം വന്നിരിക്കുന്നത്. ഓക്കെ, 48 ദിവസത്തെ ആത്യന്തികമായ സ്ട്രെസ്സിന് ശേഷം ഇന്ന് നീറ്റ് 2026 റീ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നീറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് എൻ്റയർ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. മെയ് 3 നമ്മുടെ വിദ്യാർത്ഥികൾ എഴുതിയ എക്സാമിനേഷന് ക്യാൻസൽ ചെയ്തിട്ട് റീ എക്സാമിനേഷൻ കൊടുത്തേക്കുന്നത് ഇന്നേ ദിവസം, അതായത് 21 ഏകദേശം 48 ദിവസം നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിച്ച ആ ഒരു വലിയ സ്ട്രെസ്സിൻ്റെ റിലീഫൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് ഇരിക്കുന്നത്. സോ നീറ്റിൻ്റെ റീ എക്സാമിനേഷൻ ലിറ്റിൽ ബിറ്റ് ടഫായിരുന്നു. ഫിസിക്സ് കുറച്ച് ഹാർഡായിരുന്നു. ദെൻ കെമിസ്ട്രി മീഡിയം ടു ടഫായിരുന്നു എന്ന രീതിയിലൊക്കെയാണ് സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നുള്ള റിവ്യൂ ഉള്ളത്. സോ എനിഹോ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ നീറ്റ് എങ്ങനെയായിരുന്നു, അത് കൂടാണ്ട് എക്സാമിനേഷൻ എന്തായാലും ടഫായിരുന്നു എന്നത് തന്നെയാണ് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നുള്ളത്. സോ അപ്പോൾ എക്സാം ടഫാവുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ കൗൺസിലിങ്ങിൽ അത് കൂടാണ്ട് സ്റ്റുഡൻസിൻ്റെ കട്ട് ഓഫിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ബാധിക്കുന്നത് എന്ന കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ നീറ്റിൻ്റെ എക്സാമിനേഷൻ ഫസ്റ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ആവുന്ന സമയത്ത് തന്നെ നോർമലി പല വിദ്യാർത്ഥികളും അത് കൂടാണ്ട് സ്റ്റുഡൻസ് എക്സ്പെർട്ട് അടക്കമുള്ളവരൊക്കെ പറഞ്ഞൊരു കാര്യമാണ് രണ്ടാമത്തെ എക്സാമിനേഷൻ മേ ബി കുറച്ച് ടഫ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം. 2025 അതായത് കഴിഞ്ഞ വർഷം നീറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2026 വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ലിബറൽ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അതായത് ഫിസിക്സാണ് നോർമലി എല്ലാ എക്സാമിനേഷൻ ടൈമിലും ടഫ് ആവുന്ന ഒരു സബ്ജക്റ്റ്. പക്ഷേ ഫിസിക്സ് പോലും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുള്ളൊരു ഇയർ ആയിരുന്നു 2026 എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നതും അതിനുശേഷം റീ എക്സാമിനേഷൻ വന്നു. അപ്പോൾ റീ എക്സാമിനേഷൻ വരുന്ന സമയത്ത് നോർമലി എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നൊരു കാര്യം തന്നെയാണ് എക്സാമിനേഷൻ ടഫ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നത്. ഓക്കെ, സോ എനിഹൗ കറൻ്റ്ലി എക്സാമിനേഷനിൽ ബയോളജി എല്ലാ സ്റ്റുഡൻസിനും വളരെ ഈസി ആയിട്ട് തന്നെയാണ് പോയത്. സ്റ്റുഡൻസിന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അളവൊക്കെ വളരെ കൂടുതലായിരുന്നു. നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ആൻസർ കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. കെമിസ്ട്രിയിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവൽ ടു ടഫ് ലെവൽ എന്ന രീതിയിലാണ് പോയത്. കെമിസ്ട്രി പോയിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ടൈം എടുക്കുന്ന രീതിയിലാണ് ഫിസിക്സ് ഉണ്ടായിരുന്നത്. ഫിസിക്സ് ടഫാണെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിനകത്ത് ഉണ്ടായിരുന്നത്. അതായത് സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ടൈം എടുത്തിട്ട് വായിച്ച് മനസ്സിലാക്കി ആൻസർ കൊടുക്കേണ്ട രീതിയിലുള്ള ഒരു എക്സാമിനേഷൻ പാറ്റേൺ ആയിരുന്നു ഫിസിക്സിൻ്റെ കേസിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ എനിഹൗ നമ്മൾ ഫസ്റ്റ് നീറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ കുറച്ച് ലിറ്റിൽ ബിറ്റ് ടഫാണ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, പലരും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീറ്റിൻ്റെ കട്ട് ഓഫ് അതായത് ഫസ്റ്റ് എക്സാമിനേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 15 മുതൽ 20% ഡിഫറൻസ് ഉണ്ടാകുമെന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പലരും പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ 2025 നീറ്റ് എക്സാമിനേഷൻ ടഫ് ആയിരുന്നത് കൊണ്ട് തന്നെ ഈ റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവർ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് എക്സാമിനേഷൻ ടഫ് ആക്കുമെന്നൊരു മെത്തേഡിലാണ് സ്റ്റുഡൻസ് പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സാമിനേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര ലിബറലായിട്ടായിരുന്നു ഫസ്റ്റ് എക്സാമിനേഷൻ നടന്നത്. ഓക്കെ, ദെൻ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തതിനു ശേഷം രണ്ടാമത്തെ എക്സാമിനേഷനിലോട്ട് വിദ്യാർത്ഥികൾ പോകാനായിട്ട് മിനിമം ഞാനിപ്പോൾ പറയുന്നത് എക്സാമിനേഷൻ നടന്നത് 3 ആണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച വന്നു. അതിനുശേഷം റീ എക്സാം എന്തായാലും വരും എന്ന കാര്യമൊക്കെ സ്റ്റുഡൻസിൻ്റെ സൈഡിലോട്ട് എത്തിയിട്ട് മിനിമം ഒരു 30 days എങ്കിലും സ്റ്റുഡൻസിന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സ്റ്റുഡൻസിനും അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്റേഴ്സിനും സ്റ്റുഡൻസ് എക്സ്പെർട്ടിനൊക്കെ നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു എന്തായാലും എക്സാമിനേഷൻ ടഫ് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എല്ലാം അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീറ്റിൻ്റെ ഒരു ടോപ്പ് ലെവലിൽ വരുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജസിലോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിലോ സ്റ്റേറ്റ് കോട്ടയിലൊക്കെ നമുക്ക് മെറിറ്റിൽ വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു ടോട്ടൽ കൗണ്ട് പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 90% സ്റ്റുഡൻസും റിപ്പീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഓൾറെഡി അവരെന്ത് ചെയ്തിട്ടുണ്ട് 2025 ഒരു ടഫായിട്ടുള്ള പാറ്റേൺ കണ്ടു. അതിനുശേഷം ഇപ്പം വളരെ ഫ്രീ ആയിട്ടുള്ള പാറ്റേൺ സെക്കൻഡ് കണ്ടു. അതിനുശേഷം ക്യാൻസലേഷന് വന്നു. അതിന് ഇൻ ബിറ്റ്വീൻ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു 30 ദിവസം കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പം അടുത്ത എക്സാമിനേഷൻ എന്തായാലും ടഫ് ആകും എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. സോ ഓൾറെഡി സ്റ്റുഡൻസ് ഒക്കെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് എക്സാമിനേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു എക്സാമിനേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മാക്സ് ടു മാക്സ് ഒരു 5 to 10% ഒക്കെ ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഓക്കെ,
ദെൻ ദ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ ഡി എയുടെ ഒഫീഷ്യൽ അല്ലാത്ത കണക്കുകൾ പറയാം. എൻ ഡി എ ഇതുവരെ എത്ര വിദ്യാർത്ഥികളാണ് എക്സാമിനേഷൻ എഴുതി എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷേ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം 22 ലക്ഷത്തിനും 23 ലക്ഷത്തിനും ഇടയിലുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതെന്തായാലും എന്താണ് ഈ പറയുന്ന കണക്കുകളൊക്കെ ജെനുവിൻ ആണോ എന്നുള്ള കാര്യം അറിയാനായിട്ട് മിനിമം 1-2 ദിവസങ്ങൾ കൂടെ നമുക്ക് എന്തായാലും വേണ്ടി വരും. അപ്പം മിനിമം ഒരു 21 അല്ലെങ്കിൽ 22 ലക്ഷം വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട് എന്നതാണ് റിയൽ ഫാക്റ്റ് എങ്കിൽ ഈ ഒരു റീനീറ്റ് എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം കഴിഞ്ഞ എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ തരത്തിലുള്ള മാറ്റങ്ങളില്ലാതെ തന്നെയാണ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുള്ളത്, അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു 5 to 10% ഡിഫറൻസ് മാത്രമേ നമ്മുടെ ഒരു ടോട്ടൽ കട്ട് ഓഫിൽ എന്തായാലും ഉണ്ടാവാനായിട്ട് പോകുന്നുള്ളൂ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നീറ്റിൻ്റെ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ കട്ട് ഓഫ് 5 to 10% താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പോകുന്നത്, എല്ലാ സ്റ്റുഡൻസിൻ്റെയും എന്ത് ചെയ്യും, സ്കോർ താഴോട്ട് വരും. പക്ഷേ ഇവിടെ അഡ്മിഷൻ നടക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ അഡ്മിഷൻ നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്താണ് എനിഹൗ എന്ത് ചെയ്യാം, നേരത്തെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെല്ലാം തന്നെ മെറിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സീറ്റ് കിട്ടും. അതിനകത്ത് ഒരു തരത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു സ്റ്റുഡൻറ്റും എടുക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഒരു രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ കാംഫുള്ളായിട്ട് വളരെ എന്താണ് പീസ്ഫുള്ളായിട്ട് ഉറങ്ങേണ്ട രാത്രിയാണ്. കാര്യം വേറെ ഒന്നല്ല, ഓൾറെഡി എക്സാമിനേഷൻ കൊടുത്തു, 48 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എക്സാമിനേഷൻ കൊടുത്തു. അപ്പോൾ നമ്മളെയൊക്കെ എന്താണ് ഒരു ബോയിലറിൽ വെച്ച് ചൂടാക്കി കൊണ്ടുവന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ പിള്ളേരൊക്കെ കഴിഞ്ഞൊരു 1.5 മാസം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേറെ സ്ട്രെസ്ഫുള്ളായിട്ടാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ട ആവശ്യമില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗോ ആൻഡ് സ്ലീപ്പ് പീസ്ഫുള്ളി. നാളെ രാവിലെ എന്ത് ചെയ്യാം, നമുക്കിത് എടുത്ത് നോക്കാം. എടുത്ത് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് പോസിബിലിറ്റീസ്, ടോപ്പ് റാങ്കേഴ്സ് എങ്ങനെയൊക്കെയാണ് വരാൻ ചാൻസസ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യാം നമുക്ക് നാളെ നോക്കാം. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇത്തവണ രണ്ടാമത്തെ റീനീറ്റ് എക്സാമിനേഷൻ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ സന്തോഷകരവും ശുഭകരവുമായ ഒരു രാത്രി നേർന്നുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ.